നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ഈ പുസ്തകമാണ്. ഇതൊരു നോവലാണ്. ബെന്യാമിൻ ഒരു മലയാളികൾക്ക് ഏകദേശം വളരെ പ്രിയപ്പെട്ടൊരു എഴുത്തുകാരനാണ്. ആടുജീവിതമൊക്കെ എഴുതിയ കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ഞാൻ പുള്ളിയുടെ മുഴുവൻ കൃതികളൊന്നും വായിച്ചിട്ടില്ല. 5ഓളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ഈ നോവൽ തന്നെയാണ്. എന്താണെന്ന് അതിലോട്ട് വരാം. അപ്പം ആടുജീവിതം നിങ്ങൾക്കറിയാം. ആടുജീവിതം വളരെയധികം ആ ഒരു വ്യക്തി മരുഭൂമി മുറിച്ച് കടന്നതിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ അത്രയും തീക്ഷ്ണമായിട്ട് എഴുതി ഫലിപ്പിച്ച ഒരു എഴുത്തുകാരൻ തന്നെയാണ് ബെന്യാമിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ നോവലുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഘടന ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിലൊക്കെ. ഒരു നോവൽ ഒരു കുറച്ച് കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു, അത് കഴിഞ്ഞൊരു ക്ലൈമാക്സിലേക്ക് എത്തുന്നു. പക്ഷേ അങ്ങനെ ഒരു ആഖ്യാന ശൈലിയല്ല ഈ മഞ്ഞവെയിൽ മരണങ്ങളിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഈ മഞ്ഞവെയിൽ മരണങ്ങൾ ഇഷ്ടപ്പെടാൻ പലവിധ കാരണങ്ങളുണ്ട്. അപ്പം അതിലേക്ക് വരാം. ഈ നോവലിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, ഈ നോവലിൽ ഈ എഴുത്തുകാരനും ഒരു കഥാപാത്രമാണ്. ഈ എഴുത്തുകാരൻ്റെ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരികയാണ്. ഒരു പകുതി എഴുതിയ ഒരു ആത്മകഥയുടെ ഒരു ആദ്യ ഭാഗം. പകുതി എന്ന് പറയാൻ പറ്റില്ല, ആദ്യ ഭാഗം. പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ എഴുതിയ ആൾ ക്രിസ്റ്റി അന്ത്രപ്പേർ എന്ന ഈ എഴുത്തുകാരന് ബെന്യാമിൻ അയച്ചു കൊടുക്കുന്ന പോലെയാണ് ഈ നോവൽ തുടങ്ങുന്നത്. അപ്പം ക്രിസ്റ്റി അന്ത്രപ്പേർ ബെന്യാമിനോട് പറയുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ് താങ്കൾ, അതുകൊണ്ട് എൻ്റെ ഈ കഥ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ താങ്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു കഥ പുള്ളിക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബെന്യാമിൻ ആദ്യം ആ ഇമെയിൽ വായിക്കാതിരിക്കുകയും പിന്നീട് അത് തുറന്ന് വായിക്കുമ്പോൾ ആദ്യത്തെ ഭാഗം വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു കഥ. അപ്പം പിന്നെ ബെന്യാമിന് അവരുടെ എഴുത്തുകാരനൊരു കൂട്ടായ്മയുണ്ട്, വ്യാഴച്ചന്ത എന്ന പേരിൽ. അവരെല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ കൂട്ടുകൂടി അവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ, അപ്പോൾ അവിടെ ഈ നോവലിനെ പറ്റി അവതരിപ്പിക്കുകയും അവർ കൂട്ടമായിട്ട് അവർ അടുത്ത ഭാഗങ്ങൾ തേടി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥ. അപ്പോൾ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു 2 കഥ വായിച്ച ഒരു ഫീല് നമുക്ക് കിട്ടും. ഈ എഴുത്തുകാരൻ്റെ ഈ നോവൽ കണ്ടെത്താനുള്ള യാത്രയും, അത് ഓരോ ഭാഗം വരുമ്പോഴും അതിനുള്ളിൽ വളരെ ബ്രില്യൻ്റായി അടുത്ത ഭാഗം എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഈ വ്യാഴച്ചന്തയിലെ കൂട്ടായ്മ അതിനെ കണ്ടെത്തുന്നതും, അതുപോലെ തന്നെ ഈ വരുന്ന ഭാഗങ്ങളും മറ്റൊരു കഥയാണ്. ഈ ക്രിസ്റ്റി അന്ത്രപ്പേർ അവർ ഡീഗോ ഗാർഷ്യ എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് പുള്ളി സെന്തിൽ എന്നൊരു ആളെ വെടിവെച്ച് കൊല്ലുന്നത് കാണുകയും, ക്രിസ്റ്റി പക്ഷേ പോലീസിനോട് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ പോലീസ് പറയുന്നു. ഹോസ്പിറ്റലിൽ സെന്തിലിൻ്റെ മരണത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ അയാൾ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം കാരണമാണ് മരിച്ചതെന്ന് പറയുന്നു. പക്ഷേ ഈ ക്രിസ്റ്റി സ്വന്തം കൺമുന്നിൽ വെച്ച് കാണുന്നതാണ് ഈ സെന്തിൽ വെടി കൊണ്ട് മരിക്കുന്നത്. അപ്പം ആ ഒരു സ്ഥലത്തെ ആൾക്കാരൊന്നും പക്ഷേ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിൽ പെരുമാറുകയും, പുള്ളി സെന്തിലിൻ്റെ മരണം അന്വേഷിച്ച് നടക്കുന്നതാണ് ഈ ഇമെയിൽ വരുന്ന കഥയുടെ ആദ്യ ഭാഗം. അപ്പോൾ അടുത്ത ഭാഗങ്ങൾ എങ്ങനെ കണ്ടെത്തണമെന്ന് ഈ വ്യാഴച്ചന്തയിലെ കൂട്ടുകാർ, ഈ നോവലിസ്റ്റ് ഉൾപ്പെടുന്ന കൂട്ടായ്മ, അവർ അൺഫോൾഡ് ചെയ്യുകയും അടുത്തടുത്ത ഭാഗങ്ങൾ കണ്ടെത്തുകയും. അപ്പോൾ ഇത് രണ്ടും ഒരേ രീതിയിൽ എക്സൈറ്റിംഗ് ആണ്. ഇവരെങ്ങനെയാണ് ഈ അടുത്ത ഭാഗം ഈ കഥയുടെ ബാക്കി അവർ കണ്ടെത്തുന്നത്, എവിടെ അന്വേഷിച്ചിട്ടാണ് കണ്ടെത്തുന്നത്. അതേസമയം ഈ കഥയ്ക്കുള്ളിലെ കഥ ഈ കിട്ടിക്കഴിയുമ്പോൾ ഈ സെന്തിലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അതുപോലെ തന്നെ ക്രിസ്റ്റിയുടെ കുടുംബകഥകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കഥയായിരുന്നു. എനിക്ക് വായിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്കൊരു രോമാഞ്ചമൊക്കെ വരുന്നുണ്ട്. ആ ഒരു വായനാനുഭവം ഒരു ഗംഭീര വായനാനുഭവമായിരുന്നു എനിക്ക്. ഇനി എനിക്കിത് ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണം വെച്ചാൽ, ഇത് വായിച്ച് കഴിയുമ്പോൾ നോവലിസ്റ്റൊക്കെ നമുക്കറിയാവുന്ന ആളാണല്ലോ. ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്നത് ശരിക്കുമുള്ളൊരു സ്ഥലം തന്നെയാണ്. അവിടെ ഒരു ഇന്ത്യൻ ഓഷ്യനിലുള്ള ഒരു അമേരിക്കൻ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റൊക്കെയാണ് എപ്പോഴും. അപ്പോൾ അവിടെ ഈ ആൻഡ്രൂ പെരാര എന്ന പേരിലൊരു
ആൻഡ്രൂ പെരേരയാണ് പിന്നെ അന്ത്രപ്പേർ എന്ന ഫാമിലി ആയിട്ട് മാറുന്നതും. അതിലെ ഒരു പുതു തലമുറയിൽ ഒരാളാണ് ക്രിസ്റ്റി അന്ത്രപ്പേരും. അവരവിടുത്തെ രാജാക്കന്മാരായിട്ട് ജീവിച്ചിട്ട് അവരുടെ കുടുംബത്തിന് എന്ത് പറ്റി, അവർക്ക് പറ്റിയ ചതികൾ, അതുപോലെ തന്നെ ക്രിസ്റ്റി അന്ത്രപ്പേറിന് ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു, മെൽവിൻ എന്നൊരു പെൺകുട്ടി. അപ്പം ആ പെൺകുട്ടി അതിനെ അന്വേഷിച്ചിട്ട് ക്രിസ്റ്റി ഇന്ത്യയിലൊക്കെ വരുന്നുണ്ട്. ഉദയംപേരൂർ വരികയും അവിടെ ഞാൻ എഴുതി വെച്ചിരിക്കണം, വില്യാർവട്ടം തോമ, അങ്ങനെ ഒരു വില്യാർവട്ടം തോമ രാജാക്കന്മാരെന്നൊരു ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടേതായ കുറേ അത് ശരിക്കും ഞാൻ ബെന്യാമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വില്യാർവട്ടം രാജകുടുംബങ്ങളുടെ തോമ രാജാക്കന്മാരുടെ അവരുടെ ശേഷിപ്പുകളും കാര്യങ്ങളും റൂയിൻസൊക്കെ ഇപ്പോഴും ഉദയംപേരിലും ഭാഗത്തൊക്കെ ഉണ്ട്. മാത്രമല്ല അവരുടേതായ ഭാഷയിൽ എഴുതിയ പല പുസ്തകങ്ങൾ, അവരുടെ കുടുംബത്തിലെ രഹസ്യങ്ങൾ, അവരുടെ കുടുംബത്തിലെ കുറച്ച് എന്താ പറയുന്ന ഈ അപസർപ്പക കഥകളിലെ കാണുന്ന പോലുള്ള ചില മറിയം സേവ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഈ ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് എട്ടിക്കോര വായിച്ചിട്ടുള്ളവർക്കറിയാം. അതിൽ കോരയ്ക്ക് ഉടുപ്പെന്ന് പറഞ്ഞിട്ടൊരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സെറിമണിയൊക്കെ ഉണ്ട്. അതുപോലെ ഇതിനകത്തും മറിയം സേവ എന്നൊരു സെറിമണിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വില്യാർവട്ടം തോമ രാജാക്കന്മാരുടെ ഒരു ഇളം തലമുറക്കാർ, ഇപ്പോഴത്തെ ഒരു രാജകുമാരി പോലെ വരുന്ന ഒരാളാണ് ഈ മെൽവിനും ക്രിസ്റ്റിയും തമ്മിൽ അപ്പം ഉള്ള റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് കാരണമാണ് ക്രിസ്റ്റി വരികയും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ത്രില്ലിംഗ് ആണ്. അതുപോലെ സെന്തിലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ ത്രില്ലിംഗ് ആണ്, വളരെ മിസ്റ്റീരിയസ് ആണ്. സെന്തിലിൻ്റെ മരണം കണ്ടിട്ട് ആരും ടെസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു മരണമേ നടന്നിട്ടില്ലാത്ത രീതിയിൽ ആൾക്കാർ പെരുമാറുന്നു. അതുപോലെ മെൽവിൻ എന്ത് സംഭവിച്ചു, മെൽവിൻ്റെ കുടുംബത്തിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ക്രിസ്റ്റിക്ക് എന്ത് സംഭവിച്ചു, അതുപോലെ തന്നെ ഈ അടുത്ത ഭാഗം നോവൽ എങ്ങനെ കിട്ടും, ക്രിസ്റ്റിയുടെ കഥയുടെ ബാക്കി എങ്ങനെ കിട്ടും, ക്രിസ്റ്റി എങ്ങനെ കണ്ടെത്താം, ഇതൊക്കെ സത്യമാണോ. അപ്പം ഇതിലൂടെ ഒരുപാട് ചരിത്രമായിട്ട് വളരെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഈ ഡീഗോ ഗാർഷിയുടെ ചരിത്രവും ഈ തോമ രാജാക്കന്മാരുടെ അവരുടെ കുടുംബ ചരിത്രവും മിസ്റ്ററികളും അതിലുള്ള ആൾക്കാരും, അതുപോലെ ഈ എഴുത്തുകാരനൊക്കെ ഇവരൊക്കെ റിയലാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫിക്ഷനാണോ സത്യമാണോ ചരിത്രമാണോ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഉള്ളൊരു എഴുത്ത് ശൈലിയാണ്. എന്നിട്ട് തന്നെയും വളരെ സ്ട്രക്ചേർഡായിട്ട് ഈ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഈ കഥ ഒരു പല പല ലെയറുകളുള്ള, ലെയർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ ഇങ്ങനെ ഓരോ ഈ ഉള്ളിയൊക്കെ പോലെ പൊതിഞ്ഞ് ഓരോ കഥയ്ക്കുള്ളിലാണ് അടുത്ത കഥ. അങ്ങനെയുള്ള ഒരു ആഖ്യാന ശൈലിയാണ്. എന്നിരുന്നാൽ തന്നെയും അതിഗംഭീരമായിട്ട് അതിനെ ഒരു വായനക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. പല പല മിസ്റ്ററികൾ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകളുണ്ട്. തുടക്കത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരു ചോദ്യത്തിനല്ല, ഒരു 4-5 ചോദ്യങ്ങൾക്കാണ് ഈ കഥയിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഉത്തരം തേടിക്കൊണ്ടിരിക്കുക. എന്നാൽ തന്നെയും നല്ലൊരു ക്ലൈമാക്സും ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. അവിടെ ഇടയ്ക്ക് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം കണ്ടാണ്, നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തിന് ഒരു സ്പോയിലർ പോലെ ആയിരിക്കാം. ഇതിനാൽ തന്നെയും അത് ഒരുപാട് പേര് പറഞ്ഞ ക്രിസ്റ്റി അന്ത്രപ്പേരിൻ്റെ എന്ത് സംഭവിച്ചു എന്നറിയുന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ളതാണെന്നൊക്കെ ഒരുപാട് വായനക്കാർ കാത്തിരിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വായിച്ചു നോക്കൂ, അതൊരു ഗംഭീര അനുഭവമാണ്. അതിന് ഒരു കാരണവശാലും ഇത് നഷ്ടം വരത്തില്ല. ഇപ്പം തന്നെ ഈ പുസ്തകം ഞാൻ മേടിച്ചിട്ട് കുറച്ച് കാലമായി. ഇതിന് DC ബുക്സാണ്. ഇത് 37ാം പതിപ്പായിട്ടുണ്ട് ഓൾറെഡി. 37ാം പതിപ്പെന്ന് പറയുമ്പോൾ തന്നെ ഓരോ പതിപ്പിലും അവർ പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്ന നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏകദേശം ഒരു 13 ആൾക്കാർ ഇത് ഓൾറെഡി കേട്ടിട്ടോ കണ്ടിട്ടോ വായിച്ചിട്ടുണ്ടാവും. ഇത് വളരെ വളരെ ഗംഭീരമായൊരു വായനാനുഭവം തന്നെ ആയിരിക്കും. എനിക്കൊരു ഡിസഗ്രിമെൻ്റ് ഉള്ളത്, പുള്ളി ഈ ബുക്കിൻ്റെ ഒരു ചെറിയൊരു സംഹിത പോലെ എല്ലാവരും കൊടുത്തിരിക്കും. അടുത്ത് വായനക്കാരെ ഒരു ബുക്ക് ഷെൽഫ് സ്കിം ചെയ്യുമ്പോൾ പെട്ടെന്ന് വായിച്ച് നോക്കുന്ന ഈ ഭാഗമായിരിക്കും. ഈ ബുക്ക് വായിക്കണോ വേണ്ടോ എന്നുള്ളൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഒട്ടും നീതി പുലർത്തുന്നതല്ല ബെന്യാമിൻ പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. പുള്ളി ഒരു USB ചിത്രങ്ങളെക്കുറിച്ചും
അതിൻ്റെ ഒരു നിഗമനത്തിലെത്തുന്ന പറ്റിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അശ്ലീല സൈറ്റുകളും തീവ്രവാദി ബന്ധങ്ങളുമായിട്ടൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഈ പുസ്തകത്തിനാണെങ്കിൽ ഒട്ടും നീതി പുലർത്തുന്നതല്ലെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇത് ഒരു ഗംഭീര വായനാനുഭവം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നെനിക്ക് ഒരുപാട് ഗ്യാരണ്ടി പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പം താങ്ക് യു. വായിക്കുക.